எதுக்குடா இவ்வளவு டென்ஷன்? நீ ஒரு காரியம் பண்ணு, அவளுக்கு பேசிப்பாரு. வேணாங்க நானும் கூட பேசலன்னா. சம்பத்து ஊரில்லைன்னா கேள்விப்பட்டேன். சரி நான் பாத்துக்கலன்னா. சரி நீ போனை வை, நான் என்ன அப்புறம் கூப்பிடலன்னா. ശരി ഫോൺ പോയി കിട്ടിയോ? കൊറേ അലഞ്ഞു. താങ്ക് യു മക്ക. മാമ, ആ സെൽവനാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ മുട്ടയുടെ കാശ് തന്നിട്ടില്ല കേട്ടോ. പറഞ്ഞു അവൻ അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞു. ഇത് തന്നെ അയാള് നേരത്തെയും പറഞ്ഞത്. പിന്നെ തരുമോ അവൻ? തന്നാ മതി. പിന്നെ മോളെ ഹോസ്പിറ്റലിൽ ജോലി കാര്യം എന്തായി? ഇന്റർവ്യൂ കഴിഞ്ഞു, അവര് വിളിക്കാന്ന് പറഞ്ഞു. ഇതുവരായിട്ട് വിളിച്ചില്ല. ഇവിടെ വല്ല നോക്കിയാ പോരെ? ചെന്നൈ വരെ പോണോ? ഇവിടെ ഇങ്ങനെ പാർട്ട് ടൈമിൽ കയറി ഇറങ്ങി നടന്നാ മതിയാ? കഴിഞ്ഞ ആഴ്ച എനിക്ക് ഡ്യൂട്ടി പോലും ഇല്ലായിരുന്നു. നല്ലൊരു ഹോസ്പിറ്റലിൽ പെർമനന്റ് ആയിട്ട് കയറണ്ടേ? ഇവിടെ നോക്ക്, ബസ് പിടിച്ച് വരാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ അതല്ലേ നല്ലത്. ചെന്നൈയിലും ബസ്സുണ്ട്. ആരെടുത്ത് പറയാ? ഹലോ, സതീശ മാമ എവിടെയാ? കാണാനില്ലല്ലോ. നമ്മളൊക്കെ മറന്നാന്ന് ചോദിച്ചു. ഞാനിന്ന് അവനെ കണ്ടു, ചിന്നനെ. അവനിവിടെ തിരുവനന്തപുരത്തുണ്ട് മോളെ. പഴയ ചിന്നനൊന്നുമല്ല, വാൾട്ടർ ചിന്നപ്പൻ എന്ന പേരല്ല ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടത്തെ വലിയ സെറ്റപ്പാ. ഞാനിവിടെ അവനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. എല്ലാവർക്കും അവനെ പേടിയാ. എനിക്ക് മനസ്സിലായത് ഇവനിവിടെ ഒറ്റയ്ക്കാ താമസം. മാമന് ഉറപ്പാണോ? അച്ഛനെ കൊന്ന ചിന്നനെ തന്നെയാണോ കണ്ടേ? അതെ മോളെ, ഏതിരിട്ടത്തും ആ നായിന്റെ മോനെ ഞാൻ തിരിച്ചറിയും. പ്ലംബിംഗ് പണിയായിട്ട് ഇന്നലെ വന്നതാ. അപ്പോഴാ മേസ്തിരി ഒരു ക്ലീനിങ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്. പൈസ കിട്ടുന്ന പരിപാടി ആയതുകൊണ്ടാ പോയതുകൊണ്ട് അവനെ കാണാൻ പറ്റി. അവൻ എന്നെ കണ്ടിട്ടില്ല. അയാളുടെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല മോളെ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ വീടിന്റെ ഫോട്ടോയും അഡ്രസ്സും അയച്ചു തരാം. പിന്നെ നീ ഇങ്ങ പോര്, നമുക്ക് ഇവിടെ ഇട്ട് അവനെ അങ്ങ് തീർക്കാം. ഇനി ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ വീരുമേട്ടിലേക്ക് പോകുന്നുള്ളൂ. ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ ഒരു ലോഡ്ജ് എടുത്തോളാം. നാളെ വൈകുന്നേരത്തിന് മുമ്പ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാമനൊരു പ്ലാൻ ഇടാം. എന്നിട്ട് നിന്നെ ഞാൻ വിളിക്കാം, അവളങ്ങ് പോന്നാ മതി. മധുവിനെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. ചേട്ടാ, ഞാൻ പേടിച്ചു പോയി. നീ ഞാൻ പറഞ്ഞ സാധനം തന്നെ. ഓ, അതെപ്പോഴേ റെഡി? അധികം അടുപ്പിക്കണ്ട ചേട്ടാ, മീശ കട്ടോ ജായക. കത്തി ഷാർപ്പ്. ആറയ ചേട്ടാ തീർക്കാൻ പോണേ? ഇപ്പോഴും ഫീൽഡിലുണ്ടല്ലേ? ഞാൻ വന്നപ്പോഴേ നീ കണ്ടോണ്ടിരുന്നില്ലേ ആ വീഡിയോ? പൂലേശ്വരി ഭാബി അൺകട്ട് പ്രീമിയം വീഡിയോസ് ചേട്ടാ. വാട്സപ്പിൽ ഉണ്ടാലോ? ഓക്കെ ചേട്ടാ, കുറച്ച് ടൈം എടുക്കും. എന്റെ ഡേറ്റ ഡൗൺലോഡ് ചെയ്തപ്പോ തീർന്നു പോയി. ഞാൻ സെൻഡ് ചെയ്തേക്കാം, ചേട്ടൻ വെക്കോ? അയക്കാം, മറക്കല്ല്. ഐ ആം വെയിറ്റിംഗ്. ഓക്കെ ചേട്ടാ. കഴപ്പം ബുഡ. എന്നെ കൊണ്ട് പറ്റും മാമ, ഞാൻ പോവും.
ചിന്നനെയാണ് നോക്കുന്നതെങ്കിൽ അതിനകത്തൊന്നും കാണാൻ പറ്റില്ല. വെറുതെ സമയം കളയാൻ. ഈ കത്തി കൊണ്ടാ രാന അവർ തീർത്തത്. കൂട്ടത്തീതം അങ്ങ് പോയി. മോളെ 2 ദിവസമായിട്ട് എനിക്ക് അവിടെ പോവാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒളിവിലായതുകൊണ്ട് അവനെങ്ങും പോവാൻ ചാൻസ് ഇല്ല. നീ നാളെ തന്നെ അങ്ങ് പോരൂ. എന്താ നിന്റെ പ്ലാൻ? സതീശ മാമൻ ഞാൻ എത്തുന്ന മുന്നേ ആ വീട്ടിൽ കയറും. കൃത്യം 10 മണിയാവാൻ നേരത്ത് ആ വീടിന്റെ ഡോർബെല്ലിൽ ഞാൻ ഇറങ്ങി. ചിന്നൻ ഡോറ് തുറക്കുന്ന സമയം നോക്കി സതീശ മാമൻ പിന്നിൽ നിന്ന് അയാൾ അറ്റാക്ക് ചെയ്യും. മുന്നിൽ നിന്ന് ഞാൻ ആ പട്ടിയെ തീർക്കും. ഇതാണ് പ്ലാൻ. സൂക്ഷിക്കണം മോളെ. ആ മാമ. സതീശന്റെ കൂടെ തന്നെ ഉണ്ടാവണം. പോലീസും കേസൊന്നും നീ പേടിക്കണ്ട. ഇവിടെ നമ്മുടെ പിള്ളേരുണ്ട്. ശരി മക്ക, സൂക്ഷിച്ചു പോണേ. ശരി, ബൈ മാമ. താങ്കൾ വിളിച്ച വ്യക്തിക്ക് ഇപ്പോൾ കോൾ സ്വീകരിക്കുവാൻ അസൗകര്യമുണ്ട്. മാമൻ ഹലോ സതീശനാ? ആ പറടാ. തനു ഇവിടെ നിന്നിറങ്ങി കുറച്ചു മുമ്പ്. ആ അവള് വിളിച്ചായിരുന്നു. എന്നാ പിന്നെ അത് നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ് എനിക്കെന്ത് കുഴപ്പം. അല്ല അത് തനു, അവള് കുഞ്ഞല്ലേ. ചുമ്മാ ഇരിയടാ. അവളെ രാജന്റെ മോളാ. പിന്നെ ഞാനില്ലേ കൂടെ. ആ നായിന്റെ അമ്മോനെ ഇന്ന് തീർക്കും. അതും തനുവിന്റെ കൈകൊണ്ട് തന്നെ. നമ്മൾ അവക്ക് കുട്ടിക്കാലത്ത് കൊടുത്ത വാക്കോർമ്മയില്ലടാ. അത് സത്യമാകാൻ പോകുന്ന ദിവസമാണ്. ആ ചെറ്റ ചത്ത് വീണ് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അത് വാട്സാപ്പിൽ അയച്ചുതരാം. നീ ഫോൺ വയ്ക്കും. ശരി. ചേട്ടാ കുറച്ച് തിരക്കായി പോയി. മറ്റേ ഐറ്റം അയച്ചിട്ടുണ്ട്. ഹാൻഡിൽ ബിറ്റ് കെയർ, ഹാർഡ്. ഈ ശവത്തിന് നേരത്തെ അയച്ചുകൂടായിരുന്നു. കണ്ടിട്ട് പോവാ.
മാമൻ എന്താ എടുക്കാത്ത? നിങ്ങളാരാ? നിങ്ങളെങ്ങനെ അകത്ത് കയറി? അത് ശരി. അപ്പോ മറ്റവന്റെ സ്കെച്ചാണല്ലേ? വാടി. ഞാനാ രാജന്റെ മോള്. രാജൻ 15 വർഷം മുന്നേ മഞ്ചാടി മലയില് ഫോറസ്റ്റ് ഓഫീസർമാരുടെ നക്കാപ്പിച്ച പണത്തിന് നിങ്ങൾ കൊന്ന രാജൻ. ആ രാജന്റെ മോളാ ഞാൻ. ഇത് കാലം നിനക്ക് വേണ്ടി വെച്ച കണക്കാണ് മിസ്റ്റർ വോൾട്ടർ. അല്ല മിസ്റ്റർ ചിന്നൻ. മയിലാണ്. ഏത് രാജൻ? ഏത് വാൾട്ടർ? ഏത് ചിന്നൻ? ഞാൻ ദിവാകരനാണ്. ദിവാകരനോ? പ്രതികാരം ചെയ്യുമ്പോഴേ ആളറിഞ്ഞ് പ്രതികാരം ചേടി പുല്ലേ. അയ്യോ, ഞാനിപ്പോ മരിക്കും. അമ്മേ. ഇവിടുന്ന് രാവിലെ ഓരോരുത്തമാര് സാധനം ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവരുന്നുണ്ടോ? എന്തെങ്കിലും ആവട്ടെ. ഇടേ മറ്റേ സീരിയൽ ആരും വരെ വിളിച്ചിരുന്ന? സീരിയലല്ലേ വിളിച്ചിരുന്നു? ഇല്ല, അതാണ് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും.
ഇങ്ങനെ തുറച്ചു നോക്കണ്ട സാറേ, സത്യമല്ല ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് വയ്യ, ഞാൻ ഈ ജോലി വിട്ട് പോണു സാറേ. ഇന്ന് രാത്രിക്കുള്ള ട്രെയിനിൽ ഞാൻ നാട്ടിൽ പൊയ്ക്കോളാം. എനിക്ക് വയ്യ, ഈ ബിൽഡിങ്ങിന്റെ ഓണറിന്റെ ആയിരിക്കും തെറി മൊത്തം കേൾക്കാൻ. സാറ് ഒന്നില് എനിക്ക് നേരെ ശമ്പളം താ, അതേ നടക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കടയുടെ വാടകയ്ക്ക് ഒന്ന് കൊടു പ്ലീസ്. ഈ കടയുടെ അവസ്ഥ കാണണല്ലേടേ. എനിക്ക് പിന്നെ അടച്ചങ്ങ് പൂട്ട്. അടച്ചു പൂട്ടാനാ? അല്ല പിന്നെ ഇത്ര സാധനം ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കും. വീട്ടിൽ കൊണ്ടുപോയി. ഇത്ര സാധനവും അല്ലെങ്കിൽ മേഡം തലേ ചുമന്നുണ്ടാടാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇന്ന് നാട്ടിൽ പോവും. പിന്നെ എന്റെ ശമ്പളത്തിന്റെ കാര്യം അത് ഞാൻ നിർത്ത്. നിന്റെ ഈ രാവിലത്തെ പെർഫോമൻസ് ഷോ ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ വിട്ടിട്ട് പോകുന്നു. പിന്നെ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലേ നീ ദുഃഖിക്കും. ഇപ്പോഴല്ല, 3 മാസം കഴിഞ്ഞ്. പിന്നെ നീ പോയി കഴിഞ്ഞാലേ ഞാൻ നല്ല കിങ്ങിണി പോലത്തെ പയ്യന്മാരെ കൊണ്ട് നിർത്തും. മനസ്സിലായടാ? ഈ ദിവാറിനെ ആന്റിക്സിൽ വിപ്ലവം ഉണ്ടാക്കും. മനസ്സിലായ നിനക്ക്? വിപ്ലവം അതുണ്ടാക്കും. മനസ്സിലായില്ലേ? ഈ ദിവാറിനെ എത്തിക്സ് ഉള്ളവനാണ്. എത്തിക്സ്. അവന്റെ ഒരു ആക്രാന്തം. ഇന്നാ പടി നിന്റെ മാസപ്പടി. നില്. അത് പുതിയ നോട്ട്. ഇത് വെച്ചോ, പോക്കോ. ചേട്ടാ എന്ത് നോട്ട് വരെ ആന്റി പീസ്. ബാബു, നീ എന്റെ ഒരു പോളിസി ഇടറാ. മനുഷ്യന്റെ കാര്യം വീട് നോക്കാൻ വന്നതാ. ഇതെങ്ങനെ ഉണ്ടെന്ന് പറ. കാലപ്പഴക്കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോ നിങ്ങൾക്കും ഉണ്ടല്ലോ. നീ ഇടിച്ചു വിളിച്ച് ഇടൂടെ? ഇല്ലല്ലോ, ഉറപ്പുണ്ടാന്ന് നോക്കിയത് കണ്ടാ. കൊതുക് വലയൊക്കെ ഉണ്ട്, ഒറ്റ കൊതു പോലും അകത്ത് കയറൂല. പിന്നെ ഇവിടെ പോലീസ് വന്നെന്നൊക്കെ കേട്ടല്ല. പിന്നെ ഗുണ്ട താമസിച്ച വീട്ടില് പോലീസ് അല്ലാതെ പോസ്റ്റ് ചെയ്യാൻ വരൂ ബാബു? എന്നിട്ടാണ് നീ ഈ വീട് എന്റെ തലയിൽ കെട്ടി വെക്കാൻ ശ്രമിക്കണേ? ഹലോ, നിങ്ങൾ തരുന്ന തുകയ്ക്ക് ഈ വീട് കിട്ടിയത് എന്നെ ഭാഗ്യം. അത് ഇന്നലെ പോലീസ് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പൈസക്ക് ഇത് പിടിച്ചത്. ഇതൊക്കെ മതി. ഇവിടെ ആര് മുന്നേ താമസിച്ചിരുന്നു? അതൊരു ഗുണ്ട. അപ്പൊ കാണാം. നില്ലെന്ന്. അവ ഇന്നലെ മെനിഞ്ഞാന്നോ വെക്കേറ്റ് ചെയ്ത് പോയി. ഇപ്പൊ അവ എവിടെയാണെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ ഗതി കേട്ടവൻ എന്തിനാണ് ഇവിടെ വന്ന് താമസിച്ചത്? അതൊക്കെ പോട്ടെ, തൽക്കാലത്തേക്ക് ഈ വീട് മതി. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ? ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതിരിക്കട്ടെ, നിങ്ങൾ മറ്റേ വീട്ടിൽ നിന്ന് മാറാൻ കാര്യം? അത് വേറൊന്നുമല്ല, അവരുടെ മോൾ ആരോ അമേരിക്കന്ന് പറഞ്ഞു. അവരിത് മുന്നേ പറഞ്ഞിരുന്നു മാറണമെന്ന്. പിന്നെ ഞാനും വിചാരിച്ചു ഇത് തന്നെ തക്കുമെന്ന്. പിന്നെ അതുമല്ല, ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു വീടൊക്കെ നോക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഗ്യാരേജ് ഒക്കെ അവിടെ നിന്നാണ് പ്രവർത്തനം. പിന്നെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടായിരിക്കും. 2 മാസത്തേക്ക് മതിയുടെ ഈ വീട്. ഫോർട്ട് കൊച്ചിയിലൊക്കെ വീട് വാങ്ങിയത് നിങ്ങൾക്ക് ലോട്ടറി അടിച്ച? ലോട്ടറി അടിച്ച പോലെയൊക്കെ തന്നെ. എച്ചയ്ക്ക് എന്നെ വീണ്ടും അടിക്കണം. അല്ല, എങ്ങനെ? ഒരു ആന്റിക് പീസ് സെയിലാവാനുണ്ട്. അത് സെയിലായി കഴിഞ്ഞാ ഈ ദിവാറിനെ പുച്ഛച്ചവന്മാരൊക്കെ ദുഃഖിപ്പിക്കാം. അതിരിക്കട്ടെ, ഈ വീട് ഇഷ്ടപ്പെട്ട? ഇത് കുഴപ്പമില്ല. എന്നാലും ഒരു തൃപ്തി ഇല്ലല്ലേ? അല്ലല്ല, ഇത് കൊള്ളാം. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ നോക്കിട്ട് വിളിച്ച് പറ. പിന്നെ മുറ്റത്ത് ഒരുപാട് പഴയ സാധനങ്ങൾ കിടപ്പുണ്ട്. ആന്റിക് പീസ് ആണെന്ന് പറഞ്ഞ് കടയിലെടുത്തോണ്ട് വെച്ച് കളയല്ലേ. ആന്തടെ ബാബു അങ്ങനെ? നിങ്ങളായതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. വിളിച്ചാ മതി. എന്തരടേ? എന്തായാലും ഈ വീടിന് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്തൊക്കെയോ നല്ല നടക്കാൻ പോകുമ്പോൾ ഒരു തോന്നല്. പോസിറ്റീവ് വൈബ്സ്. നമ്മളത്തുള്ള ദേഷ്യം കൊണ്ടിട്ടാണ്. അവരങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്ത സംഭവം. ആരെങ്കിലും വരും? നിങ്ങളൊന്നും ആലോചിച്ചാറേ. ഇതാര്? സാറല്ലേ പറഞ്ഞു ഇവിടെ ആരും വരൂലെന്ന്. ഹലോ, നിക്കണേ. കണ്ടിട്ട് എന്തോ ഒരു ഉടായ്പ ലക്ഷണം ഉണ്ടല്ലോ. പോണത് സാറേ. ഇന്നത്തെ മീറ്റിംഗ് സിറ്റിയിലെ ഒരു പ്രധാന ഗാങ്സ്റ്റർ ഗ്യാങ്ങിന്റെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി സിറ്റിയിൽ നടക്കുന്ന ക്രൈമുകളിൽ ഇവരുടെ പങ്ക് ചില്ലറയല്ല. വോൾട്ടർ ചിന്നപ്പൻ, അവനാണ് ഈ ഗാങ്ങിനെയും സബ് ഗാങ്ങിനെയും നിയന്ത്രിക്കുന്നത്. സ്മഗ്ലിംഗ്, ഡ്രഗ്, ഓർഗൻ ആൻഡ് ഇമ്മോറൽ ട്രാഫിക്കിംഗ് എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. ഒരു സാധാരണ കപ്പൽ മുതലാളി പോലെ തോന്നുമെങ്കിലും കോടികളുടെ അണ്ടർഗ്രൗണ്ട് ബിസിനസ്സാണ് നടക്കുന്നത്. കന്യാകുമാരി, മുംബൈ, സൂററ്റ് എന്നീ സിറ്റികളിലും മലേഷ്യ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലും അവർക്ക് ഡീലിംഗ്സ് ഉണ്ട്. അണ്ടർ റേറ്റഡ് ചോട്ടാരാജെന്നോ ദാവൂദ് ഇബ്രാഹിം എന്നോ വേണമെങ്കിൽ അയാളെ വിളിക്കാം. അവന്റെ പണവും പ്രതാപവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചാണ് ഇത്രയും നാൾ അവൻ നിലനിന്നത്. അപ്രോക്സിമേറ്റ്ലി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ. ബട്ട് നോട്ട് എനിമോർ.
അവന്മാര് പറയണ കോളൊന്നുമില്ല. നിന്റെ കൂട്ടുകാരൻ സത്യം പറയണം. റെഡ്ഡി സാർ മരിച്ചതിന് ശേഷം ഞാൻ അവനെ കണ്ടില്ല സാർ. പറയുന്നത് കോളൊന്നുമില്ല സാറേ, എനിക്കൊന്നും അറിയില്ല. അണ്ണാ യുവമാരെന്തേട്ടെ വീരേന്ദ്രൻ എവിടെയെന്ന് പറയണവര് അവന്മാരെ ഓർത്തമരെ പല്ലടിച്ച് പൊട്ടിച്ചേക്ക്. ശരി അണ്ണാ. യുവമാരെയൊക്കെ പല്ലടിച്ച് പൊട്ടിടാ. അങ്ങനെ എന്റെ അമ്മേ, ഇവിടെ എങ്ങോട്ട് പോയി? ഇവിടെ പോയി. ഇവിടെ വെച്ച് കണ്ടാണല്ലോ. ഇപ്പൊ വല്ല കുറുവ സംഘത്തിലെ ടീം തന്നെ. ഒന്നും ആയിരിക്കില്ല. അവള് നമ്മളെ കണ്ടപ്പോ പേടിച്ചോടിയത്. നമ്മളെ കണ്ടിട്ട് പേടിക്കാൻ മാത്രം ഉണ്ടോ സാറേ? അതാണ് എനിക്ക് മനസ്സിലാത്തത്. ഹലോ മക്കളെ, പറ. ഹലോ ബാബ. കരയണത് നിനക്ക് വേണ്ടി ജയിലിൽ പോകാൻ പിള്ളേർ ഇവിടെ റെഡിയാ. ഞാൻ ഫോൺ സജഷന്റെ കൂടെ. സതീശ മാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ പോര്. എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവൻ ഫോൺ എടുക്കാതിരിക്കൂല. സതീശ മാമനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ഞാൻ തന്നെ അവനെ തീർക്കാതെ. മക്കളെ വാ. പക്ഷെ മാവ കൊന്നാള് മാറിപ്പോയി. എന്തോന്ന് കൊന്നാള് നീ മാറിപ്പോയി. ഇതെന്തോ പറയണ? എന്തോന്നാ നീ കാണിച്ചത്? അച്ഛനോട് അയാൾ ചെയ്തതിന്റെ പ്രതികാരവും പിന്നെ ആദ്യത്തെ കൊലപാതകത്തിന്റെ എക്സൈറ്റ്മെന്റ് കാരണം പറ്റിപ്പോയി മാമ. നീ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. കണ്ടിട്ടില്ലല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ശരി, നീ ടാക്സി അങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ നോക്ക് എത്രയും പെട്ടെന്ന്. ബാക്കി വന്നിട്ട് നോക്കാം. മക്കളിപ്പോ എവിടെയാണ്? ഏതോ കാട്ടില്. ശരി ശരി, വേഗം വരാൻ നോക്കാം.